ഇതുണ്ടോ, ആ കാണുന്നത് മലേഷ്യയാണ് കേസ്. ഏകദേശം 1 ലക്ഷം രൂപയാണ് ഇവിടെ നിന്ന് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ മണി അത്രയും ഫൈൻ കിട്ടും കേസ്. ഇവിടെ ചൂണ്ടയിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫിഷിംഗ് സ്പോട്ടാണ്, നല്ല വൈബാട്ടോ. ഈ പരിസരത്തെ ആരും ഇല്ല കേട്ടോ. കുറച്ചും കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ ഒരു ചെറിയ പേടിയൊക്കെ തോന്നും. അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഫുള്ള് കാടിൻ്റെ നടുക്ക് കണ്ടോ. ഹലോ ഗൈസ്, അപ്പോൾ വയനാടൻ ഗ്ലോബ് ട്രോട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കോണി ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡിലേക്കാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ കോണി ഐലൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് കോണി ഐലൻഡിലേക്ക്. അപ്പോൾ ഇതിൻ്റെ വഴിയുണ്ടോ, നല്ല കിടുലുക്കല്ലേ. കൂടുതൽ ആൾക്കാരും ജോഗിങ്ങിനും നടക്കാനും അതേപോലെ സൈക്ലിങ്ങിനൊക്കെയാണ് കൂടുതൽ ഈ വഴി യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡിൽ നമുക്ക് മലേഷ്യ കാണാൻ പറ്റും. അപ്പോൾ നല്ല വൈബാട്ടോ. മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസാണ്. പുങ്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഉള്ളത്. സൈഡിൽ കണ്ട ഇങ്ങനെ കനാലൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്, ചെറുതായിട്ട് ഇടിയൊക്കെ വീട്ടുന്നുണ്ട്. ഗൈസ്, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഞാനാണ് കുട എടുത്തിട്ടില്ല, പെട്ടു ഗൈസ്, പെട്ടു. ഗൈസ്, ഇവിടെ ചൂണ്ടയിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫിഷിംഗ് സ്പോട്ടാണ്, നല്ല വൈബാട്ടോ. ഗൈസ്, നമുക്കിതുണ്ടോ, സിംഗപ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീൻ്റെ ഒരു ക്യാമ്പസ് ഉണ്ട് ഇവിടെ ഉണ്ടോ. അതിൻ്റെ ഫുഡ് കോർട്ടാണിത് ഉണ്ടോ, വലിയൊരു ക്യാമ്പസാണ്. ഗൈസ്, നമുക്കിതുണ്ടോ വെറൈറ്റിയുള്ള ഷെൽട്ടറൊക്കെ കാണാം പോകുന്ന വഴിക്ക്. നല്ല വെറൈറ്റി ആട്ടോ. നമുക്ക് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കാം. പിന്നെ ഇവിടെ ഒരു ഇതുണ്ടോ, നോ സ്മോക്കിംഗ്. ഇവിടെ ഫൈൻ എത്രയെന്ന് വെച്ചാൽ 2000 സിംഗപ്പൂർ ഡോളറാണ് ഫൈൻ. ഏകദേശം 1 ലക്ഷം രൂപയാണ് ഇവിടെ നിന്ന് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ മണി അത്രയും ഫൈൻ കിട്ടും. പിന്നെ നമുക്ക് കോണി ഐലൻഡിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മലേഷ്യ കാണാൻ പറ്റും. അപ്പോൾ ആ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൂന്ന് വഴിക്ക് ഇങ്ങനത്തെ മാപ്പുകളൊക്കെ കാണാൻ പറ്റും. പുങ്കോൾ കൊമൻ്റെ നാച്ചുറൽ വാക്ക്. അപ്പോൾ കേസ്, നമുക്ക് ഇതുണ്ടോ, ആ കാണുന്നത് മലേഷ്യയാണ് കേസ്. പിന്നെ റിഫൈനറീസും കാര്യങ്ങളൊക്കെയാണ് ഇതുണ്ടോ, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഐലൻഡിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഈവനിങ് ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ കോണി ഐലൻഡ് ഓപ്പൺ ചെയ്യുന്നത് മോർണിംഗ് രാവിലെ 7 മണിക്കും അതേപോലെ ക്ലോസ് ചെയ്യുന്നത് വൈകുന്നേരം 7 മണിക്കുമാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇതാണോ കോണി ഐലൻഡിന് എഴുതിയ ഒരു ഗേറ്റ്, വലിയൊരു ഗേറ്റ് കാണാം നമുക്ക്. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇത് വെസ്റ്റ് എൻട്രൻസ് ആണ്. ഇതാണ് കേസ് വെസ്റ്റ് എൻട്രൻസ് കോണി ഐലൻഡ്. കേസ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നല്ല ഭംഗിയാട്ടോ ഉള്ളിൽ, നല്ല കാമാണ്. അപ്പോൾ ഗെയ്സ്, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബീച്ചൊക്കെ ഉണ്ട് കേട്ടോ, കോണി ഐലൻഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു വിഷ്വലൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അത് നല്ല രസമാണ് കേട്ടോ. ചെറിയ ബീച്ചാണ്, അത് ചെറിയൊരു സെറ്റപ്പൊക്കെ ഉള്ള ഒരു ബീച്ച്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രസമാണ് കാണാൻ. വേണ്ട, നമ്മൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഏകദേശം എത്തി. ഇപ്പോൾ ഇവിടുന്ന് ഒരു റൗണ്ട് അടിച്ചിട്ട് വേണം ബീച്ചിലേക്ക് പോകാൻ. നല്ലൊരു രസമാണ് ആ ഒരു സ്ഥലം. കണ്ടോ, ആ റിഫൈനറിയുടെ ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്താണ് ബീച്ച് വരുന്നത് കേട്ടോ. ചെറിയൊരു പോയിൻ്റാണ്. അവിടെ നല്ല സൺസെറ്റൊക്കെ നമുക്ക് കാണാനും ഈവനിങ്ങൊക്കെ സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു നല്ലൊരു സ്ഥലം. വേണ്ട, ആ കുറേ ആൾക്കാർ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്.
ഇതാണ് കോണി ഐലൻഡിൻ്റെ ഉള്ളിലുള്ള പോർഷൻ. വേണ്ട പട്ടിക്കുട്ടീനെ ഉടുപ്പിടിപ്പിച്ചിട്ടുണ്ടോ. പിന്നെ ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ പറ്റിയൊരു സ്കിഡ് സ്പോട്ടാണ് കേട്ടോ കോണി ഐലൻഡ്. പിന്നെ സൺസെറ്റ് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ നല്ല അടിപൊളിയാണ്, സൺറൈസും സൺസെറ്റും. പിന്നെ കുറച്ച് ദൂരെ സൺസെറ്റ് ബ്രിഡ്ജൊക്കെ ഉണ്ട്, സൺറൈസ് സൺസെറ്റ് ബ്രിഡ്ജ്, അത് പൊളിയാണ്. പിന്നെ ഇതുണ്ടോ നല്ല വൃത്തിയാണ് കേട്ടോ, ഉള്ളിലൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ, എല്ലാം വൃത്തി ക്ലീൻ ആക്കിയിട്ട് കണ്ടോ. ഇപ്പോൾ വൈകുന്നേരം 6:30 ഇപ്പോൾ ഇനി അരമണിക്കൂറും കൂടിയേ ഉള്ളൂ. അതുകൊണ്ടോ അരമണിക്കൂറും കൂടിയേ ഉള്ളൂ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പുറത്ത് പോകണം. അപ്പോൾ കുറേ വഴികളുണ്ട്, അപ്പോൾ നമുക്ക് ഏത് വഴി വേണമെങ്കിലും പോവാം. നല്ല നല്ല ഭംഗിയായിട്ട് കാണാനൊക്കെ. പിന്നെ ഇതിൻ്റെ അടുത്തുള്ള MRT സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പുങ്കോൾ MRT സ്റ്റേഷനാണ്. മലേഷ്യ കാണാൻ പറ്റിയ വേറൊരു പോയിൻ്റാണിത് കേട്ടോ. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മലേഷ്യ കാണാം. ഇതുണ്ടോ മൂൺടെൽ ലിസാർഡ് പോകുന്നതാണ് കേട്ടോ വെള്ളത്തിൽ കൂടെ. നല്ല പൈൻ മരങ്ങളാട്ടോ, വലിയ വലിയ മരങ്ങൾ കേട്ടോ. മരങ്ങളെ കഷ്ണങ്ങളൊക്കെ ഉണ്ടോ വെട്ടി മാറ്റാതെ ആവാസ വ്യവസ്ഥ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ട്രെയിലുകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ. ഇപ്പം നമുക്ക് രാവിലെയൊക്കെ വരികയാണെങ്കിൽ ഈ ട്രെയിലും പിന്നെ അതേപോലെ ചെറിയ ഹൈക്കിങ്ങൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളിയാണ്. ഈ പരിസരത്തെ ആരുമില്ല കേട്ടോ, കാരണം ഇത് ഏകദേശം ക്ലോസ് ചെയ്യാനായി. അപ്പോൾ അതുകൊണ്ട് ആരുമില്ല, ഞാൻ മാത്രമേ ഒറ്റയ്ക്കേ ഉള്ളൂ. കുറച്ചും കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ ഒരു ചെറിയ പേടിയൊക്കെ തോന്നും, അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഫുള്ള് കാടിൻ്റെ നടുക്ക് കണ്ടോ, നല്ല രസമാട്ടോ കാണാൻ. കണ്ടോ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. പിന്നെ റോഡുകളൊക്കെ ഉണ്ടോ, നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡുകളാണ്. പിന്നെ നമുക്ക് ഇത് പോകുന്ന വഴിക്കൊക്കെ ടോയ്ലറ്റുകളൊക്കെ കാണാൻ പറ്റും, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ടോ, നല്ല ഡിസൈനൊക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള ചെറിയ ടോയ്ലറ്റ്. അപ്പം നമ്മൾ ഐലൻഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഇത് നമുക്ക് കോണി ഐലൻഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡൊക്കെ കാണാൻ പറ്റും. ഇതുണ്ടോ നാഷണൽ പാർക്ക്, കോണി ഐലൻഡ് പാർക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു മരമാണ് ഗൈസ്, മരം കൊണ്ടുള്ള ഒരു ബോർഡാണ്. ഈ കോണി ഐലൻഡ് എന്ന് എഴുതിയ അതിൻ്റെ അടിയിൽ ഇതിൻ്റെ ലൊക്കേഷൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. SITൻ്റെ ഇതുണ്ടോ, SITൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റും, നല്ല ഭംഗിയില്ലേ. സൈക്കിൾ ഓടിച്ചൊക്കെ പറ്റിയ നല്ല സൈക്ലിംഗ് സ്പോട്ടാണിത്. ഈസ് അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാനായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തിരിച്ച് തന്നെ നടക്കാൻ പറഞ്ഞു. ഈസ് അപ്പോൾ നമ്മൾ ഈ SITൻ്റെ ഉള്ളിലുള്ള ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കുകയാണ്. നമ്മളൊരു ഐസ് കോഫി വാങ്ങി ഗീസ്. പിന്നെ ഇത് കുടിച്ചിട്ട് ഇവിടുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകും. ഏസ് നമ്മളങ്ങനെ ചിക്കൻ റൈസ് വാങ്ങി ഗീസ്. കണ്ടോ ഇപ്പം നമ്മൾ SITൻ്റെ ക്യാൻറ്റീൻ്റെ ഉള്ളിലാണ് ഗീസ്. ഉള്ളിൽ ഇതുണ്ടോ നല്ല ഫെസിലിറ്റിയാണ്, കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട്. നമ്മൾ കഴിച്ച് പുറത്തിറങ്ങി. ഇപ്പോൾ ഇതുണ്ടോ SITൻ്റെ നൈറ്റ് വ്യൂ ആണത്. അപ്പോൾ സിംഗപ്പൂരിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ
സൈനിങ് ഓഫ് വയനാടൻ ഗ്ലോബ് ട്രോട്ടർ.